വിറകരിഞ്ഞ് രൂപം നഷ്ടപ്പെട്ട് ചാരമാകും പോലെ മനുഷ്യരിൽ നിന്നും നാം ഏറ്റുവാങ്ങുന്ന പാപങ്ങൾ, നിങ്ങളെപ്പോലുള്ള സുഹൃതികൾ ഗംഗയിൽ നീരാടുമ്പോൾ ഭസ്മീകരിക്കപ്പെടുമെന്ന് അങ്ങ് മനസ്സിലാക്കിയാലും. അത്രത്തോളം മഹത്വം നമുക്കുണ്ടെന്ന് നാം അറിഞ്ഞിരുന്നില്ല. മഹാന്മാർ അവരുടെ മഹത്വം അറിയുന്നില്ല, അഥവാ അറിഞ്ഞാലും അറിഞ്ഞെന്ന് ഭാവിക്കുന്നില്ല. നമ്മെപ്പോലെ പാപങ്ങൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവളാണ് ഭൂമിദേവി. പക്ഷേ നിങ്ങളെപ്പോലുള്ള സുമനസ്സുകളുടെ പാദങ്ങൾ ഭൂമിയിൽ പതിക്കുമ്പോൾ, നിങ്ങൾ ഭൂമിദേവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഉണ്ണുമ്പോൾ, ഉറങ്ങുമ്പോൾ എല്ലാം ഭൂമിദേവി ഏറ്റുവാങ്ങിയ മനുഷ്യരുടെ പാപങ്ങളും കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നങ്ങ് മനസ്സിലാക്കിയാലും. മുൻപൊരിക്കൽ നാം അങ്ങയോട് ഗംഗയിൽ നീരാടിയിട്ടേ പോകാവൂ എന്ന് ആവശ്യപ്പെട്ടത് ഓർക്കുന്നുവോ? ഓർക്കുന്നുണ്ട്. അതിന്റെ കാരണം അങ്ങയ്ക്ക് മനസ്സിലായോ? മനസ്സിലായി. നാം അന്ന് ഗംഗയിൽ നീരാടിയിരുന്നെങ്കിൽ ദേവി വഹിക്കേണ്ട പാപഭാരത്തിന്റെ വലിയൊരംശം കുറയുമായിരുന്നു. എന്നിട്ടെന്തേ അങ്ങ് നീരാടിയില്ല? നമ്മുടെ വാക്കുകൾ അനുസരിച്ചില്ല. അവിടുന്ന് ഗംഗാദേവിയാണെന്ന് അന്ന് നമ്മോട് വെളിപ്പെടുത്തിയില്ലല്ലോ. ഇപ്പോൾ വെളിപ്പെടുത്തിയില്ലേ? ഇനി ഗംഗയിൽ നീരാടിക്കൂടെ? തീർച്ചയായും. മനുഷ്യന്റെ പാപഭാരങ്ങൾക്ക് എന്തു സംഭവിക്കുന്നു എന്ന നമ്മുടെ സന്ദേഹവും മാറിക്കിട്ടി. ഇനി നിറഞ്ഞ മനസ്സോടെ ഒരു ഗംഗാസ്നാനം. സർവമംഗളങ്ങളും ഭവിക്കട്ടെ. മുത്തശ്ശി, ഭഗവാൻ പരമശിവൻ കിരാതരൂപം ധരിച്ച കഥ മുമ്പ് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഓർമ്മ വരുന്നില്ല. ആ കഥയൊന്നു പറയോ മുത്തശ്ശി? എന്താ മീനാക്ഷിക്കും കേൾക്കണോ? അമ്മയുടെ കഥാകഥനം എത്ര കേട്ടാലും മതി വരില്ലല്ലോ. പറയണോ അമ്മേ? സഹോദരങ്ങളായ പാണ്ഡവരും കൗരവരും തമ്മിൽ ഒരിക്കൽ ചൂതുകളിയിൽ ഏർപ്പെട്ടു. പാണ്ഡവർക്ക് വേണ്ടി ധർമ്മപുത്രരും കൗരവർക്ക് വേണ്ടി ശകുനിയുമാണ് കളിക്കാനിരുന്നത്. മഹാധർമ്മിഷ്ഠനും സത്യസന്ധനുമായ ധർമ്മപുത്രർ നേരായ രീതിയിൽ ചൂത് കളിച്ചപ്പോൾ കുടിലതന്ത്രജ്ഞനായ ശകുനി കള്ളക്കളിയാണ് കളിച്ചത്. അങ്ങനെ ശകുനി പാണ്ഡവപക്ഷത്തെ ചൂതിൽ തോൽപ്പിച്ചു. സർവവും നഷ്ടപ്പെട്ട പാണ്ഡവർക്ക് അജ്ഞാതവാസത്തിനായി വനത്തിലേക്ക് പോകേണ്ടി വന്നു. ധർമ്മപുത്രർ സത്യധർമ്മങ്ങളെ മുറുകെ പിടിച്ചത് കൊണ്ടുണ്ടായ ദുരന്തങ്ങളാണ്. അതെ. അങ്ങനെ പാണ്ഡവർ പാഞ്ചാലിയെയും കൂട്ടി ദ്വൈതവനത്തിലെത്തി. അവിടെ വെച്ച് വ്യാസമഹർഷി അർജുനന് ശക്രവിദ്യ ഉപദേശിച്ചു. പാർത്ഥിവലിംഗ പൂജയ്ക്കുള്ള വിധികളും പറഞ്ഞുകൊടുത്തു. ഇന്ദ്രകീല പർവ്വതത്തിൽ പോയി പരമശിവനെ തപസ് ചെയ്ത് പാശുപരാസ്ത്രം നേടണമെന്ന വ്യാസന്റെ ഉപദേശമനുസരിച്ച് അർജുനൻ
ഇന്ദ്രകീല പർവ്വതത്തിലേക്ക് യാത്രയായി. പോകും വഴി മറ്റൊരു സംഭവമുണ്ടായി. അർജുനൻ ഹനുമാനെ കണ്ടെത്തിയ കഥ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ഓം ശ്രീരാമ രാമ രാമ ലോകാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ഹേ വാനര, ആരാണ് നീ? ആരെയാണ് നീ തപസ്സനുഷ്ഠിക്കുന്നത്? നിന്റെ നാമം എന്താണ്? നമ്മുടെ പേര് ഹനുമാൻ, വായുപുത്രൻ എന്ന് വിളിപ്പേര്. സേതുബന്ധനത്താൽ ലങ്കയിലെത്തി. മഹാശക്തനായ ലങ്കേശ്വരനെ പരാജയപ്പെടുത്തി വധിച്ച ശേഷം ജാനകീദേവിയെ വീണ്ടെടുത്ത ദശരഥ നന്ദനൻ ശ്രീരാമന്റെ വിനീതദാസനാണ് നാം. ഉവ്വോ, കേട്ടിട്ടുണ്ട് നിന്റെ വീരശൂര പരാക്രമങ്ങൾ. താടകയെ നിഗ്രഹിച്ചതും അതിശക്തനായ ബാലിയെ ഒളിച്ചു നിന്ന് അമ്പെയ്ത് വധിച്ചതുമൊക്കെ കേട്ടിട്ടുണ്ട്. ആട്ടെ, നിന്റെ ശ്രീരാമൻ അസ്ത്രപ്രയോഗ വിദഗ്ധനാണെന്നും കേട്ടിട്ടുണ്ടല്ലോ. കേട്ടത് ശരിയാണ്. അജയനായ അസ്ത്രപ്രയോഗ ചതുരനാണ് എന്റെ ശ്രീരാമസ്വാമി. ഹേ യുവാവേ, എന്റെ ശ്രീരാമസ്വാമിയുടെ പേര് പുച്ഛത്തിൽ ചിരിക്കുന്ന ഗർവിഷ്ഠനായ നീ ആരാണ്? നാം പഞ്ചപാണ്ഡവരിൽ ഒരുവനും ലോക പ്രശസ്ത വില്ലാളി വീരനിൽ ഒരുവനുമായ അർജുനാണ് ഞാൻ. നമുക്ക് നിന്നോടൊരു ചോദ്യമുണ്ട്. അജയ്യനായ വില്ലാളിയാണ് രാമനെങ്കിൽ അയാൾക്ക് അസ്ത്രപ്രയോഗത്താൽ കടലിന് കുറുകെ ലങ്കയിലേക്കൊരു പാലം തീർത്താൽ പോരായിരുന്നു? എന്തിന് നിങ്ങൾ വാനരപ്പടയെ കൂട്ടുപിടിച്ച് ദീർഘനാൾ സമയമെടുത്ത് ഒരു ചിറ തീർക്കണം? ഹേ മൂഢ, മർക്കടനെ പോലെ ചിരിക്കുന്നത് എന്തിനാണ്? നിന്റെ മൂഢത്വം കേട്ട് ഇളിച്ചു പോയതാണ് അർജുന. എന്ത്? അതെ, അസ്ത്രം കൊണ്ട് തീർത്ത പാലത്തിൽ ഞങ്ങൾ വാനരപ്പട സഞ്ചരിച്ചാൽ ഞങ്ങളുടെ ഭാരം കൊണ്ട് ആ പാലം ഒടിഞ്ഞു നുറുങ്ങി കടലിൽ പതിച്ചിരിക്കും. അത് മുൻകൂട്ടി മനസ്സിലാക്കിയ ശ്രീരാമസ്വാമി ബലക്ഷയമില്ലാത്ത ഒരു ചിറ തീർത്തതാണെന്ന് പടുവിഡ്ഢിയായ നീ ധരിച്ചാലും. ഹേ വാനര,
നിർത്തു നിന്റെ അട്ടഹാസവും ജൽപ്പനങ്ങളും. അമ്പുപാലം തകർക്കാൻ പറ്റിയ ശക്തിയോ നിങ്ങൾ വാനരപ്പടയ്ക്ക്? വാനരപ്പടയുടെ കാര്യം വിട്ടേക്ക് അർജുന. ശ്രീരാമദാസനായ ഈ ഹനുമാൻ ഒരു കാൽ വച്ചാൽ മതിയല്ലോ ഏത് ശക്തമായ അമ്പുപാലവും തകർന്ന് തരിപ്പണമാകാൻ. അത്രയ്ക്ക് ശക്തിയും ധാർഷ്ട്യമോ നിനക്ക്? എങ്കിൽ അതൊന്നും അറിയണമല്ലോ. കടലിന് കുറുകെ അസ്ത്രപ്രയോഗത്താൽ നാം ഒരു പാലം തീർക്കുന്നുണ്ട്. തകർക്കാൻ ധൈര്യമുണ്ടോ നിനക്ക്? ഉണ്ട്, ഉറച്ച ധൈര്യമുണ്ട് എനിക്ക്. എങ്കിൽ അതൊന്ന് പരീക്ഷിക്കുക തന്നെ. നമുക്ക് കടൽക്കരയിലേക്ക് പോകാം. പോകാം. നാം ഇപ്പോൾ അസ്ത്രത്താൽ ഒരു പാലം നിർമ്മിക്കാൻ പോവുകയാണ്. നിനക്കതിൽ കയറി ഓടുകയോ ചാടുകയോ തുള്ളുകയോ എന്ത് മർക്കട ചേഷ്ടകൾ വേണമെങ്കിലും കാണിക്കാം. പാലമൊന്ന് കുലുങ്ങുക പോലും ചെയ്യില്ല. അപ്പോൾ നിനക്ക് ബോധ്യപ്പെടും നിന്റെ ശ്രീരാമനേക്കാൾ കേമൻ ഈ വില്ലാളി വീരനായ അർജുനനാണെന്ന്. വീമ്പ് പറയാതെ അർജുന, എന്റെ പാദമൊന്ന് എടുത്തു വച്ചാൽ മതി, നിന്റെ അമ്പുപാലം തകർന്നു വീണിരിക്കും. എന്റെ കാലിന്റെ പെരുവിരൽ സ്പർശം മതി നിന്റെ പാലം സമുദ്രത്തിൽ പതിക്കാൻ. അങ്ങനെ പാലം തകർന്നാൽ നീ എന്തു ചെയ്യും? അങ്ങനെ നിന്റെ ശക്തി മൂലം പാലം തകർന്നാൽ അഗ്നി കൂട്ടി ആത്മാഹൂതി ചെയ്തിരിക്കും ഞാൻ. മറിച്ച് പാലം തകർന്നില്ലെങ്കിലോ? നിന്റെ രഥത്തിന്റെ കൊടിയടയാളമായി ഞാൻ മാറിയിരിക്കും. നിനക്ക് വേണ്ട എല്ലാ സേവനങ്ങളും ഈ ഹനുമാൻ ചെയ്തിരിക്കും. ശരി, സമ്മതിച്ചിരിക്കുന്നു. നീ കണ്ടറിഞ്ഞോളൂ അർജുനന്റെ ഗാന്ധീവ ചാപത്തിന്റെ ശക്തി. കണ്ടില്ലേ വാനര, ശരവേഗത്തിൽ ഒരു ശരപാലം രൂപപ്പെട്ടത്. ഇനി കാണട്ടെ നിന്റെ പരാക്രമം, നിന്റെ അഭൗമ ശക്തി പ്രകടനം കാണട്ടെ.
കണ്ടോ, നീ മർക്കടൻ എന്ന് പുച്ഛിക്കുന്ന ഹനുമാന്റെ ഓരൊറ്റ ചുവട് മതി നിന്റെ അമ്പുപാലത്തിന്റെ നടുവൊടിക്കാൻ. അർജുന, ലോകത്തിലെ ഏറ്റവും വലിയ വില്ലാളി വീര, നീ തീ കൊളുത്തി ആത്മാഹൂതിയൊന്നും ചെയ്യണ്ട, പൊയ്ക്കോ. മഹാശക്തനായ ഈ ഹനുമാന്റെ മുന്നിൽ നിന്റെ അസ്ത്രപ്രയോഗ നൈപുണ്യത്തിന് തൃണത്തിന്റെ വില പോലുമില്ല എന്ന താങ്ങാനാവാത്ത കുറ്റബോധത്തോടെ നീ സ്ഥലം വിട്ടോളൂ അർജുന. നിർത്തു നിന്റെ അട്ടഹാസം. പറഞ്ഞ വാക്ക് പാലിക്കാത്ത ഭീരുവല്ല അർജുനൻ. സത്യധർമ്മങ്ങൾക്ക് പേര് കേട്ട ധർമ്മപുത്രരുടെ അനുജനാണ് ഞാൻ. സത്യം പാലിച്ചിരിക്കും. ഈ കടപ്പുറത്ത് തന്നെ ചിത കൂട്ടി ഞാൻ ആത്മാഹൂതി ചെയ്തിരിക്കും. അതിനുള്ള ചിത ഒരുക്കാൻ പോകുന്നു. വിഷ്ണു, കാരുണ്യ സിന്ധു, ആശ്രിത വത്സല, ഭഗവാനെ, ഇഷ്ടത്തോഴനായ അർജുനന്റെ രക്ഷയ്ക്ക് നീ എത്തിയില്ലല്ലോ. അഗ്നിയിൽ വെന്തി നീറി ഒടുങ്ങാനുള്ള എന്റെ വിധിക്ക് നേരെ നീ കണ്ണടച്ചിരിക്കുകയാണല്ലോ ഭഗവാനെ. വൈകുണ്ഠനാഥ, ലക്ഷ്മി വല്ലഭ, ഈ ദുർവിധിയെ ഞാൻ സഹർഷം സ്വീകരിക്കുന്നു. ഹനുമാനോടുള്ള വാക്കു പാലിക്കാൻ അർജുനൻ അഗ്നിപ്രവേശം ചെയ്യുന്നു. ഹേ യുവാവേ, നീ പഞ്ചപാണ്ഡവരിൽ വില്ലാളി വീരനായ അർജുനല്ലേ? അതെ. നീ ഇവിടെ ചിതകൂട്ടി എന്തു ചെയ്യാൻ പോകുന്നു? ഞാൻ തീർക്കുന്ന അമ്പുപാലം ഹനുമാൻ തകർത്താൽ ചിത കൂട്ടി ആത്മാഹൂതി ചെയ്യാമെന്ന് ഞാൻ സത്യം ചെയ്തിരുന്നു. ഹനുമാൻ വെറുമൊരു ചുവടുകൊണ്ട് അമ്പുപാലം തകർത്ത് എന്നെ തോൽപ്പിച്ചിരിക്കുന്നു. ഞാൻ സത്യം പാലിക്കാൻ ഒരുങ്ങുകയാണ്. ഓഹോ, അപ്പോൾ ഹനുമാനും മറുസത്യം ചെയ്ത് കാണുമല്ലോ. അതെ, അമ്പുപാലം തകർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അർജുനന്റെ രഥത്തിലെ കൊടിയടയാളമാകാമെന്നും അയാൾക്ക് വേണ്ട എല്ലാ സേവനങ്ങളും ചെയ്യാമെന്നും നാം സത്യം ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ നടന്നതൊരു മത്സരമായിരുന്നു. പക്ഷേ അതൊരു ന്യായമായ മത്സരമായിരുന്നില്ല. മത്സരം നടക്കുമ്പോൾ അന്തിമവിധി പ്രഖ്യാപിക്കാൻ ഒരു മധ്യസ്ഥനുണ്ടാകണം. നിങ്ങൾക്ക് മധ്യസ്ഥനുണ്ടായിരുന്നു? ഇല്ലായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നടന്നത് ഒരു ന്യായമായ മത്സരമല്ലായിരുന്നെന്ന്. നിങ്ങൾ ഒന്നുകൂടി മത്സരം നടത്തുക.
അർജുനൻ അമ്പുപാലം വീണ്ടും നിർമ്മിക്കുക. ഹനുമാൻ അത് തകർക്കാൻ ശ്രമിക്കുക. മധ്യസ്ഥനായി നിന്ന് ഞാൻ അന്തിമവിധി പ്രഖ്യാപിക്കാം. എന്താ? നിങ്ങൾ പറയുന്നത് ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നു. വീണ്ടും ഒരു മത്സരത്തിന് നാം തയ്യാറാണ്. എങ്കിൽ ഞാനും. എങ്കിൽ താങ്കൾ വില്ലുമായി വരൂ. നമുക്ക് കടപ്പുറത്തേക്ക് പോകാം.